إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നത് കാണാം. അദ്ദേഹം ഭരണാധികാരിയായി നിൽക്കുന്ന വേളയിലാണ് ഒരു അറാബിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അറാബി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. ഗ്രാമീണനായ ഒരു വ്യക്തി കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ ഭാര്യയും
മക്കളുമൊക്കെ ആയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുന്നത്. ജാ അറാബിയുൻ ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖാൽ. എന്നിട്ട് ആ അറാബിയായ കുടുംബം ഭരണാധികാരിയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്നത് കവിതാ രൂപത്തിലാണ് സഹായം ആവശ്യപ്പെടുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന, സ്വർഗം പ്രതിഫലമായി നൽകപ്പെട്ട നന്മയുടെ ഉമറെ, ഉക്സൂബുനയ്യ ആത്തി വ ഉമ്മാഹുന്ന, എൻ്റെ ചെറിയ പെൺമക്കൾക്കും അവരുടെ ഉമ്മാക്കും, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യക്കും നിങ്ങൾ വസ്ത്രം നൽകണം. ഉഖ്സിമു ബില്ലാഹി ല തഫ്അലുന്ന, നിങ്ങൾ വല്ലാഹി നിങ്ങളത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാലക്കെടുതിയിൽ അവർ വലിയ ദുരിതത്തിലാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ വെക്കുകയാണ്, ഒരു കവിതയിലൂടെ തൻ്റെ ആവശ്യങ്ങൾ. കാരണം സ്വർഗം പ്രതിഫലമായി നൽകപ്പെട്ടത് എന്ന് പറഞ്ഞത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫഖാല ലഹു ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു: ഫഇല്ലം അഫ്അൽ യകൂനു മാദാ, ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? അങ്ങനെയായിരുന്നു ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. അപ്പോൾ ആ അറാബി പറഞ്ഞു: ഇദൻ അബാ ഹഫ്സിൻ ലാ അദ്ഹബന്ന, നിങ്ങൾ ഇത് ചെയ്തു തരുന്നില്ലെങ്കിൽ ലാ അദ്ഹബന്ന, ഞാനും എൻ്റെ കുടുംബവും ഞാൻ ഇവിടെ നിന്ന് പോകും, തിരിച്ചു പോകും, വേറൊന്നും സംഭവിക്കാനില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു: ഫൈദാ ദഹബ്ത യകൂനു മാദാ, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് പോയാൽ എന്തു സംഭവിക്കാനാണ്? അങ്ങനെ അറാബിയായ മനുഷ്യൻ പോകുമ്പോൾ വീണ്ടും ഒരു കവിതാ രൂപത്തിൽ വീണ്ടും ആ അറാബി, ഗ്രാമീണനായ അറബി പാടുകയാണ്: തകൂനു അൻഹാലി തുസ്അലുന്ന യൗമ തകൂനു സിയാതു യംന വൽ വാഖിഫുൽ മസ്ഊലു ബൈനഹുന്ന ഇമ്മാ ഇലാ നാരി വ ഇമ്മാ ജന്ന, ഞാനും നിങ്ങളുമെല്ലാം സ്വർഗ നരകങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്ന ആ ഹിസാബിന്റെ നാളിൽ എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന ഹിസാബിനെയും സിറാത്തിനെയും സ്വർഗത്തെയും നരകത്തെയും എല്ലാം ഓർമ്മിപ്പിച്ച് നിങ്ങൾ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു കവിതയിലൂടെ അറാബി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഈ വാക്കുകൾ കേട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബികൾ പറയുന്നു: ഫബക്ക ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ട് കരഞ്ഞു. ഹത്താ ഇഖ്തല്ലത്ത് ലിഹ്യത്തുഹു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാറ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം വിളിച്ചു: യാ ഗുലാം, അദ്ദേഹത്തെ പരിചാരകനെ വിളിച്ചു, ഒരു കുട്ടിയെ വിളിച്ചു. യാ ഗുലാം, മോനെ, അഅ്തിഹി ഖമീസി, എൻ്റെ ഈ വസ്ത്രം നീ അവർക്ക് കൊടുക്കുക. ഹാദാ ലിദാലിക്കൽ യൗം ലാ ലിശഇരിഹി, ഞാൻ ഈ വസ്ത്രം അല്ലാതെ മറ്റൊന്നും ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല. അമാ വല്ലാഹി മാ അംലികു ഗൈറഹു, മറ്റൊന്നും ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കവിത കേട്ടല്ല ഞാൻ ഇത് കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ യൗമുൽ ഹിസാബിനെ ഭയന്നുകൊണ്ടാണ് ഉമർ ഇത് കൊടുക്കുന്നത് എന്നാണ്. ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് വലിയ പാഠങ്ങൾ എന്നത് പരലോകത്തെയും ഹിസാബിനെയും അതേപോലെ തന്നെ സ്വർഗത്തെയും നരകത്തെയും എല്ലാം ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായും അതിൽ വഴിപ്പെട്ടു. ഇതായിരുന്നു സഹാബികളും മുൻഗാമികളായ ആളുകളുടെ സ്വഭാവം. അവർ അള്ളാഹുവിനെ പറ്റി അതേപോലെ തന്നെ പരലോകത്തെപ്പറ്റി മരണത്തെപ്പറ്റി ഒക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ കണ്ണു നിറയുകയും കണ്ണു നനയുകയും കരയുകയും ചെയ്യുന്നവരായിരുന്നു എന്നതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു പാഠം എന്നുള്ളത്. നമ്മളിവിടെ പരിശോധിക്കേണ്ട ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ കരയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഞാനും നിങ്ങളും നല്ലവരാണോ എന്ന് അറിയാൻ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് നാം നല്ലവരാണോ എന്ന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് നമ്മൾ മരിക്കാൻ അല്ലാഹു നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് മരിക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന ചോദ്യം, നമുക്കതിന് സന്നദ്ധതയുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഒരല്പം സമയം കൂടി ആവശ്യപ്പെടുന്നവരാകുമോ നമ്മൾ? ഈ ചിന്തകൾ നമ്മളെ, ഒരു മനുഷ്യനെ, അവനെ മാറ്റാൻ സഹായിക്കുമെന്നാണ് ഈ പരിശോധനകൾ. അതേപോലെ തന്നെ അറിവിനോടും അറിവ് നേടുന്നതിനോടും അത് പ്രചരിപ്പിക്കുന്നതിനോടും അതേപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള താല്പര്യം എത്ര കണ്ട് നമ്മളിൽ ഉണ്ട് എന്ന ചിന്തകൾ നമ്മൾ നല്ലവരാണോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാനുള്ള, നമ്മളോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ നമ്മുടെ തിന്മകളെ ഓർത്തുകൊണ്ട്, നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഓർത്തുകൊണ്ട്, യൗമുൽ ഹിസാബിനെ ഓർത്തുകൊണ്ട് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ തിന്മകളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത്, ദിവസങ്ങളെ ഓർത്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്.
ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, നഷ്ടപ്പെടുത്തിയ നന്മകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, സ്വർഗം, നരകം, അതേപോലെ ഖബർ ശിക്ഷയെ പറ്റിയുള്ള ആ ഭയം, ഇതിനൊക്കെ പറ്റി നമുക്ക് ഉത്കണ്ഠയും ഭയവും നമ്മുടെ മനസ്സിലുണ്ടായി അതിലൂടെ നമുക്ക് കണ്ണു നിറയാൻ നമുക്ക് കാരണമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കരയുക എന്ന കാര്യത്തെ വലിയ മഹത്വത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കരച്ചിലിന് വലിയ മഹത്വങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കരയുക എന്ന ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്, അവന്റെ പ്രകൃതത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചതാണ് കരയുക എന്ന ഒരു സ്വഭാവം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബുകാഉ ഫിത്രത്തുൻ ബശരിയ. ഒരു മനുഷ്യൻ കരയുക എന്നത് അവന്റെ ഫിത്രത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നജ്മിലെ 43-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. നിങ്ങളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഒരാളെ കരയിപ്പിക്കുന്നത് അള്ളാഹുവാണ്, ഒരാളെ ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഐ ഖലാ അസ്ബാബൽ ലഹ്കി വൽ ബുകാ. ഒരാളുടെ കരച്ചിലിന് കാരണമുണ്ട്, ഒരാളുടെ ചിരിക്ക് കാരണങ്ങളുണ്ട്. ഈ കരയാനുള്ള, ചിരിക്കാനുള്ള കാരണങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്നാണ് ഇമാം ഖുർത്തുബി വിശദീകരിച്ചത്. ഇവിടെ കരച്ചിലിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ അവർ കരയേണ്ട സമയങ്ങളിൽ കരയുന്നു, ചിരിക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ അവർ ചിരിക്കുന്നു. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, അത് മനുഷ്യന്റെ ഒരു ഫിത്രത്താണ്. എന്നാൽ നമ്മൾ പറയുന്ന ഇസ്ലാം ഫള് നൽകിയ ഒരു കരച്ചിൽ, അത് പ്രായപൂർത്തിയായതിനു ശേഷം, അവന് കൃത്യമായ ബോധം വന്നതിനു ശേഷം അവരിൽ നടക്കുന്ന ചില കരച്ചിലുകൾക്ക് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അവിടെ നമ്മൾ പറയുന്ന കരച്ചിൽ എന്താണ്? അള്ളാഹുവിനെ പറ്റി ഓർത്ത് ഒരാൾ കരയുന്ന കരച്ചിലിന് വലിയ മഹത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ദീർഘമായി കരഞ്ഞ ഒരു സന്ദർഭം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പ്രവാചകനെ, അതിന്റെ മുമ്പ് പ്രവാചകനെ വിളിച്ചുണർത്താൻ പ്രവാചകന്റെ അടുക്കലേക്ക് പോവുകയാണ്. പ്രവാചകൻ ആ സമയത്ത് കരയുകയാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ലിമ തബ്കി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് റസൂലേ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നത് യാ ബിലാൽ, ഓ ബിലാൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് അഫലാ അകൂന അബ്ദൻ ശകൂറ വമാലി ലാ അബ്കി, ഞാൻ എങ്ങനെ കരയാതിരിക്കും? വഖദ് നസല അലയ്യ ലൈല, എനിക്കിതാ ഇന്നലെ ലഖദ് നസലത അലയ്യ ലൈലത ആയാത്തുൻ, എനിക്ക് ഇന്നലെ രാവിൽ ചില ആയാത്തുകൾ എനിക്കിതാ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ ചില വഹീകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ആയത്തുകളെ ഓർത്ത് ഞാൻ എങ്ങനെ കരയാതിരിക്കും? നമ്മളൊക്കെ ഓതിപ്പോയ, കടന്നുപോയ ആയത്തുകളാണ്. മൂന്നാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 190, 191 ആയത്തുകളാണ്. എന്താണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അതേ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അതേപോലെ രാപ്പകലുകൾ മാറി മറയുന്നത്, ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു യഥാർത്ഥ വിശ്വാസികളെ പറ്റി പറയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അതേ യഥാർത്ഥ വിശ്വാസികൾ അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. എന്നിട്ടോ വയതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നു, ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന എന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, യഥാർത്ഥ മുഅ്മിനീങ്ങൾ പറയാണ്, റബ്ബേ നീ ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചതല്ല, ബാത്തിലായി നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് നീ രക്ഷിക്കണേ. ഈ ആയത്തായിരുന്നു പ്രവാചകനെ കരയിപ്പിച്ചത്. പ്രവാചകന്റെ
താടിരോമങ്ങൾ നനഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ് പ്രവാചകൻ എന്നിട്ട് ഈ ആയത്ത് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്. എന്താ? ഇതൊക്കെ നമ്മൾ ഓതി പോകുന്ന ആയത്താണ്. വൈലുൻ നാശം ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് പാരായണം ചെയ്യുകയും ഇതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ വൈലുൻ, അവനു നാശം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചിക്കണം, രാപ്പകലുകൾ മാറി മറിയുന്നതിനെ പറ്റി മനുഷ്യൻ ആലോചിക്കണം. അവന് സൃഷ്ടാവിനെ പറ്റി ഉള്ള ബോധവും സൃഷ്ടാവിനെ കണ്ടെത്താനും അവന് സാധിക്കുമെന്നാണ്. ഇതാണ് ഒരു സന്ദർഭം. മറ്റൊരു സന്ദർഭവും പ്രവാചകൻ കരഞ്ഞ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ അസ്ഥാനത്തുള്ള കരച്ചിലുകൾ ഉണ്ടായിരുന്നു. അതേപോലെയുള്ള ദുഃഖപ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു അത്തരം കരച്ചിലുകൾ പാടില്ല, അലമുറയിട്ടുള്ള കരച്ചിലുകൾ, അള്ളാഹുവിന്റെ വിധിയെ പഴിച്ചുള്ള കരച്ചിലുകൾ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി. അതേ പ്രവാചകൻ തന്റെ ആൺകുട്ടികളുടെ മരണം, ഇബ്രാഹീമിന്റെ മരണം നമുക്ക് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു യാത്രക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. പ്രവാചകൻ കുറച്ച് മുന്നോട്ട് പോയി. പ്രവാചകൻ അപ്പോഴാണ് അറിയുന്നത് തന്റെ മകൻ ഇബ്രാഹീം അവിടെ രോഗം അധികമായിട്ടുണ്ട് എന്ന വിവരം പ്രവാചകൻ കിട്ടുന്നു. പ്രവാചകൻ യാത്ര നിർത്തി പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ പ്രവാചകൻ തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പ്രവാചകന്റെ കയ്യിലേക്ക് സ്വന്തം മകൻ ഇബ്രാഹീമിനെ പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ പ്രവാചകൻ തന്റെ മകനെ കയ്യിലെടുത്തുകൊണ്ട് ആ ശ്വാസം കിട്ടാതെ തന്റെ കയ്യിൽ കിടന്ന് ആ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിക്കാണ്. അപ്പോൾ സഹാബികൾ ആ കാഴ്ച കാണുന്നത് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. പ്രവാചകൻ കരയുന്നു, പ്രവാചകന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. സഹാബികൾക്കൊരു സംശയം, പ്രവാചകനല്ലേ ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞത്, ആ പ്രവാചകൻ എന്തിനാണ് കരയുന്നത്? അങ്ങനെ റസൂലുള്ളാഹിനോട് അവർ ചോദിച്ചു, പ്രവാചകരെ നിങ്ങളല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് കരയാൻ പാടില്ല എന്ന്? പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൻ, കണ്ണുനീരു കാരണം ഒരാളെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല. ഞാൻ ഉദ്ദേശിച്ച കരച്ചിൽ ഈ കരച്ചിലല്ല. ഒരാളുടെ ദുഃഖഭാരം കൊണ്ട് ഒരാളുടെ കണ്ണു നിറയുകയും കരയുകയും ചെയ്യൽ സ്വാഭാവികമാണ്. പക്ഷേ കരച്ചിലിലെ ശിക്ഷയുടെ കാരണം എന്താണ്? വലാകിൻ യുഅദ്ദിബു ബിഹാദാ വഅശാറ ഇലാ ലിസാനി, ഈ നാവ് കൊണ്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഖലാ ഖദറിനെ പഴിക്കുക. അതേപോലെ തന്നെ നിയന്ത്രണം വിട്ട് അത്തരം ചില സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും എന്ത് ചെയ്യുക? അനിയന്ത്രിതമായി കരച്ചിലുകളാണ്. കരച്ചിലുകൾക്ക് പല കാരണങ്ങൾ. പണ്ഡിതന്മാർ ഈ വിഷയത്തെ വളരെ ഡീപ്പായി പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പല കാരണങ്ങൾ, ഒരു മനുഷ്യന്റെ കരച്ചിലുകൾക്ക് വ്യത്യസ്ത കാരണങ്ങൾ പണ്ഡിതന്മാർ എണ്ണിപ്പഠിപ്പിക്കുന്നു. പല പണ്ഡിതന്മാരും അതിലൊന്ന് അൽ ബുകാഉ മിനൽ ഫറഹ്, ഒരാൾ സന്തോഷം കൊണ്ട് ഒരാൾ കരയും. ഒരാൾക്ക് അമിതമായ സന്തോഷം ഉണ്ടായാൽ ഒരാളുടെ കണ്ണു നിറയും. അൽ ബുകാഉ മിനൽ ഹുസ്ൻ, ഒരാൾ സങ്കടം കൊണ്ട് കരയും. അൽ ബുകാഉ മിനൽ ഫസ്, ഒരാൾ പേടി കൊണ്ട് കരയും. അൽ ബുകാഉ മിനൽ വജ്അ, ഒരാൾ വേദന സഹിക്കാനാവാതെ കരയും. അതേപോലെ അബുകാഉ റഹ്മ വരിഖ, ഒരാളുടെ കാരുണ്യവും ഹൃദയലോലതയും കൊണ്ട് ഒരാൾ കരയും. അതേപോലെ തന്നെ അൽ ബുകാഉൽ ഫർഹി വസ്സുറൂർ, അതേപോലെ ബുകായിൽ ജസഇ മിൻ ഉറൂബിൽ അലം, വലിയ വേദനകൾ, അതേപോലെയുള്ള പേടി കൊണ്ട് മനുഷ്യൻ കരയും. ദുർബലത കൊണ്ട് മനുഷ്യൻ കഴിയും. അതേപോലെ കഴിവുകേട് കൊണ്ട് മനുഷ്യൻ കരയും. അതേപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി മനുഷ്യൻ കരയും. ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്ന കണ്ണുനീരിന് ഒരു നേരിയ തണുപ്പ് അനുഭവപ്പെടും. ഒരാൾ സങ്കടം കൊണ്ട് കരയുന്ന കണ്ണുനീരിന് ഒരു ഇളം ചൂട് അനുഭവപ്പെടും. ഹൃദയത്തിന്റെ ആ ചൂട് ആ കണ്ണുനീരിൽ പോലും പ്രതിഫലിക്കുമെന്നാണ്. ഇവിടെ എങ്ങനെയാണ് കരയൽ എങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി ആളുകൾ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങളുടെ കരച്ചിൽ സൂറത്ത് യൂസുഫിലുണ്ട്. എന്താണ്? യൂസുഫ് അലൈഹിസ്സലാമയെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയിടുകയും പിന്നെ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അവർ വരുന്നുണ്ട്. എങ്ങനെ അവർ വരുന്നത്? സൂറത്ത് യൂസുഫിലെ 16 കാണാം. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ സന്ധ്യാസമയത്ത് വാപ്പയുടെ അടുത്തേക്ക് വന്നത് യബ്കൂൻ, അവർ കരഞ്ഞുകൊണ്ടാണ്. ആരാണ് പൊട്ടക്കിണറ്റിൽ ഇട്ടത്? സഹോദരങ്ങളാണ്. പക്ഷെ അവർ കരഞ്ഞു വന്നത് അവിടെ ഒരു അവരെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് കളവ് പറഞ്ഞ് അവർ കരഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഹൃദയത്തിലില്ലാതെയും കരയാൻ പറ്റും. എന്നാൽ നമ്മൾ പറയുന്ന അഫ്ളലായ കരച്ചിലേതാണ്? അതിലേക്കാണ് നമ്മൾ വരുന്നത്. യഥാർത്ഥ കരച്ചിലേതാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഫളിലുള്ള കരച്ചിലേതാണ്?
ആ കരച്ചിലാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വൽ ബുകാഉ മിൻ ഖശ്യത്തില്ല, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ, റഹ്മാനായ റബ്ബിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ. ഖബറിലെ ഫിത്നയെ ഓർത്ത്, ഹിസാബിനെ ഓർത്ത്, അതേപോലെ സ്വർഗവും നരകവും ഓർത്ത് ഒരാൾ എന്റെ കാര്യം എന്താകും അല്ലാഹുവിനെ ഓർത്ത് ഒരാൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുവെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് യഥാർത്ഥ അഫ്ളലായ കരച്ചിൽ. അഫ്ളലായ കരച്ചിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഭയപ്പെട്ട് കരഞ്ഞ യഥാർത്ഥ സത്യവിശ്വാസികൾ, അവർ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. അവർ സ്വർഗത്തിൽ ഇങ്ങനെ ചാരു കസേരകളിൽ ഇരുന്ന് അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ്. സൂറത്ത് തൂറിലെ 25 മുതലുള്ള ആയത്താണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? വഅഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. അവർ സ്വർഗത്തിൽ അവരിങ്ങനെ കസേരകളിൽ ഇരുന്ന്, ചാരു കസേരകളിൽ ഇരുന്ന് അവർ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർ കാര്യങ്ങൾ സംസാരിക്കും. ആരാണ് സംസാരിക്കുന്നത്? മുഅ്മിനീങ്ങളാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവർ പറയും, ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ദുനിയാവിലും ആയിരുന്നപ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് ധാരാളം കരഞ്ഞവരായിരുന്നു. എന്നിട്ട് അവര് പറയാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, എന്നാൽ രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന സമൂം എന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അല്ലാഹു ഇതാ ഞങ്ങളെ സ്വർഗം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അവിടെയും അവർ പോയിന്റ് ആയിട്ട് എടുത്തു പറഞ്ഞ എന്താണ്? ഞങ്ങൾ ദുനിയാവിൽ കരഞ്ഞവരായിരുന്നു. എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്തൊക്കെ കരഞ്ഞ ആളുകളാണ്. അതുകൊണ്ടാണ് സഹാബികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ കരച്ചിലുകൾ നമുക്ക് കാണാം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏറെ പ്രസിദ്ധനാണ് കരച്ചിലിന്റെ കാര്യത്തിൽ. അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു എന്നാണ് സഹാബികൾ പറയാണ്. കാന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബറിൻ ബകാ യബ്കി ഹത്താ യബുല്ല ലിഹിയതഹു, അദ്ദേഹം ഖബറിന്റെ അടുത്ത് പോയി നിന്നാൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാറ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയുമായിരുന്നു. ആളുകൾ ചോദിച്ചു, എന്താണ് ഉസ്മാൻ നിങ്ങൾ ഇത്രയധികം കരയാൻ കാരണം? സ്വർഗ നരകങ്ങളെ പറ്റി റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് പറയുമ്പോൾ ഇത്രമേൽ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ് കരച്ചിലിന്റെ കാരണം? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ബർസഖിലേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ എന്ന് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഫൈൻ നജാ മിൻഹു, അവിടെ ആരെങ്കിലും ആ ഖബറിൽ ബർസഖിൽ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, അവന് ബാക്കിയുള്ളത് ശേഷമുള്ളത് എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹു, അവിടെ ആര് രക്ഷപ്പെട്ടില്ലയോ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അവന് ശേഷമുള്ളത് അതികഠിനമായിരിക്കും. ഇത് പ്രവാചകൻ പറഞ്ഞു. മാത്രമല്ല, പ്രവാചകന്റെ വ്യത്യസ്ത ഹദീസുകളിൽ ഖബറുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഹദീസുകൾ, ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ അവിടെ ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. റസൂല പറഞ്ഞ എന്താണ്? മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു, ഖബറിനേക്കാൾ, ഖബറിലെ ശിക്ഷയോളം ഭയാനകരമായ ഒരു ശിക്ഷയും ഞാൻ കണ്ടിട്ടില്ല. അത്ര ഭയാനകരമാണ് ഖബറിലെ ശിക്ഷ എന്നാണ്. ആ ഖബറിൽ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. വലിയ പാപത്തിന്റെ പേരിൽ, ചെറിയ കാര്യത്തിന്റെ പേരിൽ പോലും റസൂലുള്ളാഹി ഒരു ഖബറിന്റെ അടുത്തുകൂടെ, 2 ഖബറിന്റെ അടുത്തുകൂടി നടന്നുപോയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. സഹാബികൾ കൂടെ ഉണ്ടായിരുന്നു. അവരും ആ ശബ്ദം കേട്ടു ആ ഖബറിൽ നിന്ന്. സഹാബികളിൽ ചിലരും ആ ശബ്ദം കേൾക്കാൻ അവർക്ക് പ്രത്യേകമായി അള്ളാഹു തൗഫീഖ് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദിബാൻ വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ, ഈ 2 ഖബറുകളിലുള്ളവർ ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, വലിയ പാപത്തിന്റെ പേരിലല്ല അവർ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന, എന്നാൽ ഗൗരവത്തോടെ പ്രവാചകൻ പഠിപ്പിച്ചു. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ശിക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം പറഞ്ഞു. എന്താ? കാന അഹദുഹുമാ ലാ യസ്തുറു മിനൽ ബൗൽ, അയാൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കുമായിരുന്നില്ല. വൽ ആഖറു യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആൾ നമീമത്തുമായി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ആളുകൾ കൂടുതലും സ്വഹീഹായ ഹദീസിൽ കാണാം, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, മലമൂത്ര വിസർജന മര്യാദകൾ ലംഘിക്കുന്നതിന്റെ പേരിലാണ് ഖബറിൽ കൂടുതൽ ശിക്ഷകൾ മനുഷ്യൻ അനുഭവിക്കുന്നത്. അവിടെ മലമൂത്ര വിസർജനം കൃത്യമായി ശുദ്ധീകരിക്കാത്തത്, ഔറത്ത് വെളിവാകൽ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഇതിലെ വീഴ്ചകൾ കാരണത്താൽ ഒരാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും. രണ്ടാമത്തത് നമീമത്താണ്. അപ്പുറവും ഇപ്പുറവും ആളുകൾക്കിടയിൽ
അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ, തെറ്റിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും പോയി സംസാരിക്കുന്ന ആളുകൾ, ഇവർ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹം കരയാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്ത്, ആ ഖബറിനെ ഓർത്ത് നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റി വീണിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബും സംഘവും നജ്ജാശി രാജാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നജ്ജാശി രാജാവ് പ്രവാചകനുമായി ബന്ധപ്പെട്ടും ധാരാളം കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി നജ്ജാശി രാജാവ് ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിലാണ് മറിയം ബീവിയെ പറ്റി ചോദിക്കുന്നത്. അവിടെ ജഅഫർ ബിൻ അബീ ത്വാലിബ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം അത് മനോഹരമായി ജഅഫർ ബിൻ നജ്ജാശി രാജാവിൻ്റെ അടുക്കൽ ഓതി കൊടുക്കുകയാണ്. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, ആ ആയത്തുകൾ, വചനങ്ങൾ കേൾക്കുമ്പോൾ, കാരണം ആരായിരുന്നു വിശുദ്ധ മറിയം? ക്രൈസ്തവർ വെച്ചു പുലർത്തുന്ന ചില അബദ്ധ വിശ്വാസങ്ങളും അബദ്ധ ധാരണകളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഖുർആൻ തിരുത്തി. യഥാർത്ഥത്തിൽ മറിയം വിശുദ്ധയാണെന്നും ഈസാ അലൈഹി സ്വലാമിയുടെ ജനനം എങ്ങനെയെന്നും കൃത്യമായി സൂറത്തു മറിയമിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു അധ്യായത്തിനു തന്നെ പേര് നൽകപ്പെട്ടത് മറിയം എന്നാണ്. അത് മനോഹരമായി ജഅഫർ ബിൻ അബീ ത്വാലിബ് ഓതിക്കൊടുക്കുകയാണ്. മറ്റൊന്നും വിവരണങ്ങളൊന്നും ഇല്ലാതെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ പറയാണ്, ജഅഫർ ബിൻ നജ്ജാശി രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ്. കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ ഏടുകൾ നനയുമാറ് നിറഞ്ഞൊഴുകി. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആ കാര്യത്തിന്റെ കൂടെ, കാരണം മറിയം ബീവിയെ പറ്റി പറയുന്ന ആയത്തുകൾ, അതിന്റെ കൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്തു മാഇദയിലെ 83 വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടത് അവർ കേൾക്കുന്നതായാൽ, തറാ അഅ്യുനുഹും തഫീദു മിനദ്ദം, അവരുടെ കണ്ണുകൾ നിറയുന്നത് നിനക്ക് കാണാം, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി നിനക്ക് കാണാം. എന്തുകൊണ്ടാണ്? മിമ്മാ അറഫു മിനൽ ഹഖ്, അവർക്ക് സത്യം ഗ്രഹിക്കുന്നു എന്ന കാരണത്താൽ. യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശാഹിദീൻ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങൾ ഇനി രേഖപ്പെടുത്തേണമേ എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒരു മനുഷ്യനെ കണ്ണു നിറയാൻ, കരയിപ്പിക്കാൻ, അതിനെ അത്രയും വലിയ ഡീപ്പായ ആഴമേറിയ ആശയതലങ്ങളും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കരയുന്നതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തു കരഞ്ഞാൽ നമുക്ക് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അള്ളാഹുവിന്റെ അർശിന്റെ തണലില്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഖിയാമത്ത് നാളിൽ അവിടെ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അള്ളാന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല. ഒരു ചാൺ ഉയരത്തിലാണ് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. ആ സമയത്ത് 7 വിഭാഗത്തെ പ്രത്യേകമായി മാറ്റി നിർത്തപ്പെടും. അതിൽ ഒരു വിഭാഗം ഏതാണ്? റജുലുൻ, റസൂൽ പറയാണ്, സക്കറല്ലാഹു ഖാലിയൻ ഫഫാലത ഐനാഹു, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് തന്റെ കണ്ണുകൾ നിറയുന്ന ഒരു മനുഷ്യൻ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിട്ട് കൊടുക്കും എന്ന് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ അതൊരിക്കലും എന്ത് ചെയ്യൂല, അത് നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ലാ യലിജുന്നാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യലിജുന്നാർ, നരകം സ്പർശിക്കുകയേ ഇല്ല, നരകം സ്പർശിക്കുകയേ ഇല്ല. ആരെയാണ്? ബകാമിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. ഏതുപോലെ
ഹത്താ യഊദുൽ ലബനു ഫിൽ ദറ, ഒരു കറന്നെടുത്ത ഒട്ടകത്തിന്റെ കറന്നെടുത്ത പാല് അത് അകിടിലേക്ക് തിരിച്ചു മടങ്ങൽ എത്ര അസംഭവ്യമാണ്. അതുപോലെ അസംഭവ്യമാണ് ഒരാൾ അള്ളാഹുവിനെ ഓർത്തു കരഞ്ഞ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല, നരകം അവരെ സ്പർശിക്കുകയില്ല എന്നാണ്. 2 കണ്ണുകളാണ് പറഞ്ഞത്. അതിൽ രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകളാണ്. ഈ കരച്ചിലുകളുടെ മഹത്വമാണ് ഇതിലൂടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണെന്ത്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഒരു ബേജാറുണ്ടാകും, അവരുടെ കണ്ണു നിറയും. അതൊരു തൗഫീഖാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു മുഅ്മിനീങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, തീർച്ചയായും മുഅ്മിനീങ്ങൾ അവരാരാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, ഓർക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളും, ബേജാറാകും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരുമാണ്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്, വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അവർ നരകത്തെ പറ്റി, ഹിസാബിനെ പറ്റി, മീസാനിനെ പറ്റി, അങ്ങനെ ഏതു കാര്യം അവർ കേൾക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ ബേജാറാകും, അവർ അതിലേക്ക് കൂടുതൽ വഴിപ്പെടും. അത് ഹൃദയ നൈർമല്യതയുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, യഥാർത്ഥത്തിൽ അവരുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, പ്രവാചകന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പലതിന്റെ പേരിലും നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പലരുടെയും മരണത്തിന്റെ പേരിൽ, പല നഷ്ടങ്ങളെ ഓർത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും നടിമാരും നടന്മാരും അവരുടെ അഭിനയങ്ങളിൽ അഭിനയിച്ചു കാണിച്ചതിന്റെ പേരിൽ കരഞ്ഞ ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഈ കരച്ചിൽ റഹ്മാനായ റബ്ബിനെ ഓർത്ത്, ബർസഖിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. മരണത്തെ ഓർത്ത് ഒക്കെ കരയുന്ന ആ കരച്ചിലിന് ഇസ്ലാമിൽ വലിയ മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമുക്ക് കരയാൻ സാധിക്കണം. അതെപ്പോൾ നമുക്ക് സാധിക്കും? നമ്മളെ ജീവിതത്തെ പറ്റി ആലോചിക്കണം. നമ്മൾ ഇപ്പോഴുള്ള നമ്മളെ വലിയ വലിയ വീടുകളിൽ നിന്ന് നമ്മൾ നിമിഷങ്ങൾക്കകം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് കീഴടങ്ങി മരണത്തിലേക്ക് പോയാൽ 6 അടി മണ്ണിലേക്ക് നമ്മളെ ഇറക്കി വെക്കുന്ന ഒരു നാൾ, അത് അതിവിദൂരമല്ല, ഏത് സമയത്തും സംഭവിക്കാം. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ, ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ, ജനാസയുമായി ബന്ധപ്പെട്ട് അനുഗമിക്കുമ്പോൾ, നമ്മളെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയം കൂടുതൽ ദീനിലേക്ക് വഴിപ്പെടാനും കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൗഫീഖ് ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൽ ഒരു തരി ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടത്, അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്കും അത് വഴിമാറിപ്പോകാൻ പാടില്ല. ദുആകൾ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, ആരാധനകൾ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ പേടി, അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹം, അതേപോലെയുള്ള പ്രതീക്ഷ എല്ലാം അല്ലാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അല്ലാഹുവിനെ പോലെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ച്, സങ്കടങ്ങൾ അല്ലാഹുവിൽ സമർപ്പിച്ച്, നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങളെല്ലാം ബോധിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. പക്ഷേ അല്ലാഹുവിന് അവകാശപ്പെട്ടത് പടപ്പുകളിലേക്ക്, മഹാന്മാരിലേക്ക്, അതേപോലെ ശൈഖന്മാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, പ്രവാചകന്മാരിലേക്ക്, ആരിലേക്ക് തിരിഞ്ഞാലും അത് വഴിമാറിപ്പോയാലും അതിനെ ശിർക്കുൽ അക്ബർ എന്നാണ് പറയാ. വലിയ ശിർക്കാണ്, വലിയ ശിർക്കാണ്. അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടായാൽ നമുക്ക് ഈ തൗഫീഖും എല്ലാ തൗഫീഖും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കി അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഓർത്ത്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ഓർത്ത്, മരണത്തെയും ഖബറിനെയും പരലോകത്തെയും ഒക്കെ ഓർത്ത് ജീവിച്ച് ജീവിതം വിമലീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത പല സഹോദരങ്ങളുമുണ്ട്. നമ്മുടെ പല സഹോദരങ്ങളും അവരുടെ ഉമ്മയുടെ സർജറി കഴിഞ്ഞു നിൽക്കുന്നവർ, അതേപോലെ
നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, നമ്മുടെ ഖുത്തുബകൾക്ക് വരുന്ന പലരുടെയും ബന്ധപ്പെട്ട സഹോദരിമാർ, ഇവർക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പലരും, ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഇവരുടെയൊക്കെ രോഗം പൂർണ്ണമായി ശിഫയാക്കി പൂർണ്ണ ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ നാർപ്പതം വാരികയുടെ ഒരു പ്രചാരണ മാസമാണ് ഈ നവംബർ ഡിസംബർ കാലയളവ് എന്നുള്ളത്. നമുക്ക് ഈ സമയത്ത് 550 രൂപ കൊടുത്താൽ നമുക്ക് ഒരു വർഷത്തേക്ക് നാർപ്പതത്തിന് വരി ചേരാൻ കഴിയും. സമകാലിക വിഷയങ്ങളിൽ നമുക്ക് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ വിവരിച്ചു തരുന്ന വളരെ കൃത്യമായ രചനകളുള്ള, എഴുത്തുകളുള്ള ഒരു വാരികയാണ് നാർപ്പതം വാരിക എന്നുള്ളത്. നേരിന്റെ വരമൊഴി എന്ന രൂപത്തിൽ നാർപ്പതം വാരികയെ നമ്മൾ അത് വരിചേരണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ്, നമുക്കറിയാം നമ്മുടെ ധാരാളം പണ്ഡിതന്മാർ, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ജാമിയത്തുൽ ഹിന്ദ്, അതിൻ്റെ കലണ്ടർ ഇവിടെ ലഭ്യമാണ്. 30 രൂപയാണ് ആ കലണ്ടറിന്റെ വില. എന്നാൽ നമുക്ക് അധികവും സ്വതക്കയായി നമുക്ക് നൽകാൻ പറ്റുമെങ്കിൽ ആ സ്ഥാപനത്തിലേക്കാണ് നമ്മളുടെ, അതിന് അധികം എത്ര നമ്മൾ കൊടുത്താലും അത് സ്ഥാപനത്തിലേക്കാണ് ആ ക്യാഷ് പോവുക. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും നമ്മുടെ ജാമിയയുടെ ഒരു പബ്ലിസിറ്റി കൂടിയാണ്. ആളുകളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ജാമിയയുടെ കലണ്ടറുകൾ എത്തുമ്പോൾ ജാമിയയെ കൂടുതൽ ആളുകൾ അറിയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കലണ്ടർ കൈപ്പറ്റണം എന്ന് കൂടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.